വീഡിയോ എടുക്കടാ. വർക്ക് ചെയ്യുന്നുണ്ട് ഭാഗ്യം. ഗായ്സ്, അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് ഞങ്ങളെല്ലാം സെറ്റായി വരുമ്പോഴത്തേനും ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള ബസ് പുറത്ത് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സൽ ചെയ്ത് ബസ്സിലിരുന്നാണ് കഴിച്ചത്. ഈ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഈ ക്രൂസിന്റെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേറെ സെറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഞങ്ങളിതാ ക്രൂസിലേക്ക് കയറുകയാണ്. ഈ കാണുന്ന പുള്ളിക്കാരനാണ് ആ ക്രൂസിന്റെ മാനേജർ. അപ്പോ അന്നത്തെ ഐറ്റിനറി ആള് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരണതാണ് ഈ കാണുന്നത്. ലാൻഹാ ബേ, ഹാലോങ് ബേ, ഈ രണ്ട് സ്ഥലത്തുള്ള ഐലൻഡ്സിന്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങൾ ക്രൂസ് ചെയ്ത് പോവാ. അപ്പോ ആ പുള്ളിയുടെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും റൂഫ് ടോപ്പിലേക്ക് കയറി. ഇതാണ് ഫ്ലോട്ടിംഗ് വില്ലേജ്. ഹാലോങ് ബേയുടെ പല ഭാഗത്തായിട്ട് 4 ഫ്ലോട്ടിംഗ് വില്ലേജ് ഉണ്ട്. അതിൽ ഒരെണ്ണാണിത്. വീടുകളും പിന്നെ കടകളും ഒക്കെ ആയിട്ട് ശരിക്കും ഇതൊരു വില്ലേജ് തന്നെയാണ്. പിന്നെ ഇവരുടെ ഒരു വരുമാന മാർഗം എന്തായാലും ഒബ്വിയസ്ലി ഫിഷിംഗ് തന്നെയാണ്. ഈ ക്രൂസ് ബുക്കിംഗ് നമുക്ക് നാട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും. ഈ ട്രിപ്പ് അഡ്വൈസർ പോലത്തെ ബുക്കിംഗ് സൈറ്റിൽ നിന്ന് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഈ ക്രൂസ് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് എൻക്വയറി ചെയ്ത് ഇവിടെ തന്നെ ബുക്ക് ചെയ്യണതായിരിക്കും. ഈ ക്രൂസിന്റെ ഭൂരിഭാഗം സമയം നമ്മൾ ഇങ്ങനെ റോക്ക് ഐലൻഡ്സ് കണ്ട് ആസ്വദിക്കലാണ്. ഇതുപോലെ കുറെ റോക്ക് ഐലൻഡ്സ് ഉണ്ട്. അപ്പൊ ഈ റോക്ക് ഐലൻഡ്സിന്റെ ഇടയിലൂടെയാണ് നമ്മൾ ക്രൂസ് ചെയ്യുക. അപ്പൊ ഈ ക്രൂസ് ചെയ്യുന്നൊപ്പം തന്നെ നമ്മൾ ഈ ഐലൻഡ്സ് ഒക്കെ കണ്ട് ആസ്വദിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 1.5 മണിക്കൂർ നമുക്ക് ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഈ ഐലൻഡ്സ് ഒക്കെ കാണാൻ. പിന്നെ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ബോറടിച്ചു തുടങ്ങും. അങ്ങനെ ഞങ്ങൾ ക്രൂസ് ചെയ്ത് ഒരു നട്ടുച്ച 12 മണിക്ക് ഞങ്ങൾ കറക്റ്റ് കയാക്കിംഗ് സ്പോട്ടിലെത്തി. ഈ കയാക്കിങ്ങും നമ്മുടെ ഈ ക്രൂസ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങളിത് ഇപ്പൊ കയാക്കിങ് ചെയ്യാം. നട്ടുച്ചയ്ക്കാണ് കയാക്കിങ്. ഞങ്ങൾ വൈകിട്ടൊക്കെയാണെന്ന് വിചാരിച്ചത്, പക്ഷെ ഉച്ചയ്ക്കാണ് കയാക്കിങ് വരണത്. എന്താ നല്ല വെയിലാ, നല്ല വെയിലുണ്ട്, പൊള്ളണ വെയില. പിന്നെ ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് നീന്താനും ഒരു സ്പോട്ട് കിട്ടി, അത് നല്ല വെയിലായിരുന്നു. എടാ മണ്ട അങ്ങോട്ടാടാ, എങ്ങോട്ട് ഈ തോഴയാണ്? ഞാൻ ഇത്ര നേരം ഞാൻ തുഴഞ്ഞില്ലേ? എപ്പോ അല്ല, എടാ അങ്ങോട്ടാ, ഒരു മിനിറ്റ്. എടാ ഫ്രണ്ടിലൊരു സണ്ട്,
വലിയ വലിയ പില്ലേഴ്സ് പോലെ സംഭവം മുകളിൽ നിന്ന് ഹാങ് നിൽക്കുന്നുണ്ട്. അതൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അപ്പുറത്തെ സൈഡെത്താൻ. എന്താണ് സെറ്റ് മോനി സെറ്റ്. കാര്യം നട്ടുച്ചയാണ്, നല്ല പൊള്ളണ വെയിലും ഉണ്ട്. പക്ഷെ ഈ വെയിലില് ഞങ്ങൾ കയാക്ക് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകള് അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ എവിടേക്ക് നോക്കിയാലും വ്യൂ ആ, നല്ല കിടിലൻ സീനിക് വ്യൂ. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പല സ്ഥലങ്ങളുടെ ഫോട്ടോ വാൾപേപ്പർ ആയിട്ട് വെക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോയാലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ സ്ഥലങ്ങളിൽ നമ്മൾ നേരിട്ട് ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അത്ഭുതമുണ്ട്. അതാണ് ആ സ്ഥലം. ടണലിന്റെ ഒരു സൈഡിൽ നിന്ന് കയാക്ക് ചെയ്ത് അപ്പുറത്ത് നല്ല കിടിലൻ വ്യൂ ഉള്ള സൈഡിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു മണിക്കൂർ കയാക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ 1 മണിക്കൂർ എടുത്തോളൂ, 1.25 മണിക്കൂർ കയാക്കിങ് കഴിഞ്ഞു. നട്ടുച്ചയ്ക്കാണ് കയാക്കിങ് വരണത്. ഞങ്ങൾ എടുത്ത പാക്കേജിൽ ഇത് ഒരു ഫുൾ ഡേ ടൂറാണ് എടുത്തത്. അതിൽ ഉച്ചയ്ക്കാണ് കയാക്കിങ് വരണത്. അപ്പോൾ സ്ഥലങ്ങൾ അടിപൊളിയാണ്, കയാക്ക് ചെയ്ത് കാണും. പക്ഷെ ഈ ടൈം ഇങ്ങനെ ആയതുകൊണ്ട് ഒരു മൂഡ് ഇല്ലാത്ത ഒരു ഇതുപോലെ. ഞങ്ങളുടെ ലഞ്ച് ബോട്ടിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞത് നോൺ വെജ് ഫുഡാണ്. വെജിനുള്ള ഓപ്ഷനും ഉണ്ട്. അവര് ക്രൂസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈപൊക്കിയാൽ മതി. അപ്പോൾ ഗൈസ് ഞങ്ങള് ഇവിടെ മങ്കി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോട്ട് കുറച്ച് നീക്കിയിട്ട് ഐലൻഡിലേക്ക് കുറച്ച് നീന്താനാണ് ചെയ്യേണ്ടത്. നീന്തി എത്തണം ഐലൻഡിലേക്ക്. പക്ഷെ എനിക്ക് നീന്താൻ പറ്റൂല. ഇന്നലെ ആ മറ്റേ രാത്രിയുള്ള റൈഡിൽ ക്രാഷ് ആയിട്ടുള്ളത്. എൻ്റെ വണ്ടി വേറൊരു വണ്ടിയും കൂടെ ക്രാഷ് ആയി. അപ്പോൾ എൻ്റെ കാലിൻ്റെ ആ എല്ലുമ്മ പോയിട്ടാണ് ഇടിച്ചത് അവരുടെ വണ്ടി. അപ്പോൾ എനിക്ക് നടക്കാൻ വരെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഈ നീന്താനുള്ള ഒരു മടിയല്ല, നീന്താൻ നല്ല പെയിൻ ഉണ്ട്. ഇപ്പോൾ കാല് മടക്കാൻ പറ്റണില്ല, പെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ നിന്ന് തന്നെ ആ ഐലൻഡ് ഒന്ന് ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈ മങ്കി ഐലൻഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കാണാൻ പറ്റും. അവരിത് ആ ഭാഗത്ത് നിൽക്കണേ. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പോയിട്ട് നമുക്ക് 2 കുരങ്ങന്മാരെ കാണും. അവർക്ക് കുറച്ച് തീറ്റ കൊടുക്കും, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഐലൻഡിൽ പ്രത്യേകിച്ച് ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ നിൽക്കുക ഒരു മണിക്കൂർ 1 മണിക്കൂർ അവിടെ ഉണ്ടാവും. ആ ഐലൻഡിൻ്റെ ആ ഭാഗത്ത് അവിടെ മാത്രം ഒന്ന് നിൽക്കുക. കുരങ്ങന്മാർ അവിടേക്ക് വരും, അവർക്ക് ഭക്ഷണം കൊടുക്കുക, കുറച്ചു നേരം അത് കണ്ടാസ്വദിക്കുക, പിന്നെ തിരിച്ചു വരാം. അത്രേ ഉള്ളൂ ഇവിടുത്തെ പ്ലാൻ. അങ്ങനെ ആ മങ്കി ഐലൻഡിൽ നിന്ന് ബോട്ട് എടുത്ത് തിരിച്ച് കാർബേക്ക് പോകുമ്പോഴത്തേനും ഒരു 4:45 ടൈം ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ സൺസെറ്റിന്റെ ടൈമായി. ഞങ്ങൾ ശരിക്കും ഈ ടൈമിലാണ് കയാക്കിംഗ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്ത് ചെയ്യാൻ, നമ്മൾ എല്ലായ്പ്പോഴും വിചാരിക്കണ പോലെ നടക്കില്ലല്ലോ. ലൈഫല്ലേ, ഗോ വിത്ത് ദ ഫ്ലോ, അത്ര തന്നെ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേയിലേക്ക് തിരിച്ചെത്തി. കാഡ്ബ ടൗണിലുള്ള ഇന്നലെ എൻ്റെ അടുത്ത സ്റ്റേയിൽ തന്നെയാണ്. അവിടേക്ക് തന്നെ തിരിച്ചെത്തി. 5 മണിക്ക് തന്നെ കറക്റ്റ് ഞങ്ങൾ മറ്റേ ക്രൂസ് ബോട്ടിൻ്റെ ആ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങളെ ഡ്രോപ്പ് ഓഫ് ചെയ്തു. പിക്കപ്പും ഡ്രോപ്പ് ഓഫും ആ പാക്കേജിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിക്കപ്പ് ചെയ്തു കാലത്ത് 8:15 തുടങ്ങിയ ക്രൂസ് ഇപ്പോൾ 5 മണിക്ക് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ ഹോട്ടലിന് മുന്നിൽ തന്നെ ഡ്രോപ്പ് ഓഫ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇനി കുറച്ച് നേരം റൂമിൽ ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്ത് കുറച്ച് നേരം റൂമിൽ ഇരുന്നിട്ട് രാത്രി ഇന്നലെ പോലെ തന്നെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങും.
ഞങ്ങളിപ്പോ ഇതെന്താ സംഭവം ബഗ്ഗിയില് കേറി ഒരു 40 മിനിറ്റിന്റെ സിറ്റി ടൂർ അടിച്ചോണ്ടിരിക്കാണ് ഞങ്ങൾ. പിന്നെ കാണിക്കാം. ഓക്കെ, ഇപ്പൊ എന്നെ തുടങ്ങിയുള്ള ഒരു 40 മിനിറ്റ് ആണ്. 40 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ടാവില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ ഇന്റർവ്യൂ കൊടുക്കണം. ടൂർ കുറച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇത് ശരിക്കും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. അവര് 40 മിനിറ്റ്സ് അല്ല 14 മിനിറ്റ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ വിദ്യാഭ്യാസം കൂടുതൽ കൊണ്ട് ഞങ്ങൾ അങ്ങനെ കേട്ടു എന്നുള്ളൂ. ഈ 14 മിനിറ്റ്സിന് അവരാദ്യം പറഞ്ഞത് 500K. അത് ഞങ്ങൾ പറഞ്ഞ ഒരു 300Kയിൽ ഡീലാക്കിയിട്ട് ഞങ്ങൾ അതിലൊരു 15 മിനിറ്റ് ടൂർ അടിച്ചിട്ട് ഒരു 11 മണി ആകുമ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് കയറി. കാരണം നാളെ കാലത്ത് നേരത്തെ എണീറ്റിട്ട് ഹനോയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും ഗുഡ് നൈറ്റ്.